എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവേയിങ്ങിലെ ഒരു പോർഷനായ കേഴ്സിനെ കുറിച്ചാണ്. അതുമായി റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് ഇൻ റെപ്രസെൻറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ കർവ്? താഴെ തന്നിരിക്കുന്നവയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കർവ് അല്ലാത്തത് ഏതാണ്? സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, റിവേഴ്സ്. ഇതിൽ ഏതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കർവിൽ വരാത്തത്? കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് എന്ന് പറയുന്നതിന് ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. എ കർവ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ടേണിംഗ് വിച്ച് ഈസ് പ്രൊവൈഡ് ഫോർ എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ്, ട്രാൻസിഷൻ കർവ്. ഇങ്ങനെ 4 ടൈപ്പ് കർവാണുള്ളത്: സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ് ആൻഡ് ട്രാൻസിഷൻ കർവ്. കോംപ്ലക്സ് കർവ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ അതിലില്ല. നെക്സ്റ്റ് വൺ, ദ ഫോർമുല ഫോർ ലെങ്ത് ഓഫ് ദ കർവ് ക്യാൻ ബി ഗിവൺ ആസ്. ലെങ്ത് ഓഫ് ദ കർവിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. L equal to R into delta, L equal to R plus delta, L equal to R tan delta by delta 2 delta square, L equal to R by delta. അതിൽ ഏതാണ് ഫോർമുല ഫോർ ലെങ്ത് ഓഫ് ദ കർവ്? L equal to R into delta എന്ന് പറയുന്നതാണ് ഫോർമുല ഫോർ ദി ലെങ്ത് ഓഫ് ദ കർവ്. The length of the curve can be given as the total distance from the point of curvature to the point of tangent. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് ഓഫ് കർവേച്ചർ ടു പോയിന്റ് ഓഫ് ടാൻജൻറ്റ്. പോയിന്റ് ഓഫ് കർവേച്ചർ മുതൽ പോയിന്റ് ഓഫ് ടാൻജൻറ്റ് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഗിവൺ ആസ് L equal to R into delta. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഷാർപ്പ്നെസ് ഓഫ് ദ കർവ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ. ഷാർപ്പ്നെസ് ഓഫ് ദ കർവ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? കോഡ് ലെങ്ത്, റേഡിയസ്, മിഡ് ഓർഡിനേറ്റ്, ടാൻജൻറ്റ്. റേഡിയസ് വെച്ചിട്ടാണ് ഷാർപ്പ്നെസ് ഓഫ് ദ കർവ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ദ ഷാർപ്പ്നെസ് ഓഫ് ദ കർവ് ക്യാൻ ബി ഡിറ്റർമൈൻ ബൈ ദ റേഡിയസ് ഓർ ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് കർവേച്ചർ. ഇൻ ഇന്ത്യ ഡിഗ്രി ഓഫ് കർവേച്ചർ മെത്തേഡ് ഇസ് അഡോപ്റ്റഡ് ഡ്യൂ ടു ദ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഷാർപ്പ്നെസ് ഓഫ് കർവ് ഡിറ്റർമൈൻ ബൈ റേഡിയസ് ആണ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കർവേച്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ, റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ഡിഗ്രി ഓഫ് കർവേച്ചർ ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി ഗിവൺ ആസ്. റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. റേഡിയസും ഡിഗ്രി ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? R equal to 5370 by D, R equal to 7530 by D, R equal to 5770 by D, R equal to 5730 by D. ഇതിൽ ഓപ്ഷൻ ഡി R equal to 5730 by D എന്ന് പറയുന്നതാണ് റേഡിയസും ഡിഗ്രി ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ. The relation between radius and degree of curvature can be given as R equal to 5730 by D. It is an approximation which can be verified by applying check if necessary. Okay, next one, the maximum curvature provided for a highway is about. ഹൈവേക്ക് കൊടുക്കുന്ന മാക്സിമം കർവേച്ചർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. 10 degree, 20 degree, 30 degree, 50 degree. 20 ഡിഗ്രിയാണ് ഹൈവേക്ക് കൊടുക്കുന്ന കർവേച്ചർ. 20 ഡിഗ്രിയാണ് കേട്ടോ. ഓവർ ടേണിംഗ് ഓഫ് വെഹിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് കർവേച്ചർ പ്രൊവൈഡഡ് വിച്ച് ഷുഡ് ബി അറ്റ് എ മിനിമം റേറ്റ്. ഓവർ ടേണിംഗ് ഓഫ് വെഹിക്കിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് കർവേച്ചറിനെയാണ്. അപ്പോൾ ജനറലി ഹൈവേസ് കൊടുക്കുന്ന കർവേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രിയും റെയിൽവേ ട്രാക്കിന് കൊടുക്കുന്ന കർവേച്ചർ എന്ന് പറയുന്നത് 1 ഡിഗ്രിയുമാണ്. അപ്പോൾ ഹൈവേക്ക് കൊടുക്കുന്ന കർവേച്ചർ എത്രയാണ്? 20 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് വൺ, വൈൽ ഡിസൈനിങ് എ കർവ് വിച്ച് എമംഗ് ദ ഫോളോയിങ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഒരു കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ താഴെ തന്നിരിക്കുക എന്താണ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. മിനറൽസ് പ്രസൻറ്റ്, ജിയോമോർഫോളജി, ടോപ്പോഗ്രഫി, റോക്സ് പ്രസൻറ്റ്. ഇതിലേതാണ് ഒരു കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്? ടോപ്പോഗ്രഫിയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫോർ ഡിസൈനിങ് എ കർവ്, ടോപ്പോഗ്രഫി മസ്റ്റ് ബി ഗിവൺ അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിച്ച് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമൈനിങ് ഇറ്റ്സ് ഡ്യൂറബിലിറ്റി. Topography involves obtaining information about the faults, undulations present, so that care can be taken while designing. അപ്പോൾ ടോപ്പോഗ്രാഫിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഫോൾട്ട്, അണ്ടുലേഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു കെയർ എടുക്കാൻ പറ്റും. അപ്പോൾ ടോപ്പോഗ്രഫിയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, മിഡ് ഓർഡിനേറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. മിഡ് ഓർഡിനേറ്റിന് പറയുന്ന വേറെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. cosine of the curve, sine of the curve, worst cosine of the curve, worst sine of the curve. Cosine of curve എന്നാണ് മിഡ് ഓർഡിനേറ്റിന് പറയുന്ന വേറെ പേര്. മിഡ് ഓർഡിനേറ്റിന് വേറെ പേരെന്താണ്? cosine of curve. The value of mid ordinate can be given at m is equal to R into 1 minus cos delta by 2, in which the value of 1 minus cos delta by 2 is expressed as worst sine. ഇതിനെ worst sine എന്നും എക്സ്പ്രസ് ചെയ്യാറുണ്ട്, 1 minus cos delta by 2നെ. ഓക്കെ, അപ്പോൾ മിഡ് ഓർഡിനേറ്റ് എം എന്ന് പറയുന്നത് R into 1 minus cos delta by 2 ആണ്. സോ മിഡ് ഓർഡിനേറ്റ് ഇസ് ദ ഓർഡിനേറ്റ് ഫ്രം മിഡ് പോയിന്റ് ഓഫ് ലോങ് കോഡ് ടു മിഡ് പോയിന്റ് ഓഫ് കർവ്. മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ലോങ് കോഡിൻ്റെ മിഡ് പോയിന്റ് മുതൽ കർവിൻ്റെ മിഡ് പോയിന്റ് വരെയുള്ള ഓർഡിനേറ്റിനെയാണ് നമ്മൾ മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മിഡ് ഓർഡിനേറ്റിന് വേറെ പേരെന്താണ്? കൊസൈൻ ഓഫ് ദി കർവ്.
Okay, next one, the formula for tangent length can be given as tangent length in the formula എന്ന് പറയുന്നത് എന്താണ്? T equal to r plus tan delta by 2, T is equal to r into tan delta by 2, T is equal to r by tan delta by 2, T is equal to r minus tan delta by 2. അപ്പോൾ ടാൻജൻറ്റ് ലെങ്ത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് T equal to r into tan delta by 2 എന്ന് പറയുന്നതാണ്. The tangent distance can be defined as the distance between the point of curvature to the point of intersection. അപ്പോൾ പോയിന്റ് ഓഫ് കർവേച്ചർ മുതൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ടാൻജൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കർവേച്ചർ മുതൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് T is equal to r into tan delta by 2. Okay, where delta is the deflection angle which is determined by setting the instrument at a required points. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. അപ്പോൾ T equal to r into tan delta by 2 എന്ന് പറയുന്നതാണ് ഫോർമുല ഫോർ ടാൻജൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. Next one, find the value of mid-ordinate if the value of r can be given as 22.19 meter and the angle is given as 19 degree 21 minute. നമ്മളോട് മിഡ് ഓർഡിനേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എങ്ങനെ മിഡ് ഓർഡിനേറ്റിൻ്റെ വാല്യൂ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് r into 1 minus cos theta by 2 എന്നാണ് അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 22.19 മീറ്റർ, തീറ്റ എന്ന് പറയുന്നത് 19 degree 21 minute ആണ്. അപ്പോൾ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.31 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ മിഡ് ഓർഡിനേറ്റിൻ്റെ ഇക്വേഷൻ എന്താ? r into 1 minus cos theta by 2. അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 0.31 മീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ, find what would be the length of the curve if the radius of curvature is 24.69 meter and the angle is given as 12 degree 42 minute. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ കർവ് എന്താണെന്നാണ് അല്ല. ലെങ്ത് ഓഫ് ദ കർവ് എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? r into pi by 180 into theta. കർവിൻ്റെ ഇക്വേഷൻ ലെങ്ത് ഓഫ് ദ കർവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് r into pi by 180 into theta. ഇതിൽ r എന്ന് പറയുന്നത് 24.69 ആണ്, തീറ്റ എന്ന് പറയുന്നത് 12 degree 42 minute ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? L equal to 5.47 meter. ഓക്കെ, L equal to r into pi by 180 into theta. ലെങ്ത് ഓഫ് ദ കർവിൻ്റെ ഇക്വേഷനാണ്. നെക്സ്റ്റ് വൺ, find the tangent length if the radius of curvature and its angle were given as 42.64 meter and 42 degree 12 minute. നമ്മളൊരു ടാൻജൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. റേഡിയസും തന്നിട്ടുണ്ട്, ആംഗിളും തന്നിട്ടുണ്ട്. ടാൻജൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ? ടാൻജൻറ്റ് ലെങ്ത് T is equal to r into tan theta by 2 അല്ലേ. r എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 42.64 മീറ്റർ, തീറ്റ എന്ന് പറയുന്നത് 42 degree 12 minute. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T equal to r into tan theta by 2. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടാൻജൻറ്റ് ലെങ്ത് എന്ത് കിട്ടും? 16.45 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ടാൻജൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 16.45 മീറ്റർ എന്ന്. ടാൻജൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ r into tan theta by 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what would be the value of apex distance if the angle is given as 13 degree 42 minutes and the radius of curvature is given as 19.24 meter. ഇവിടെ ചോദിച്ചാണ് ക്വസ്റ്റ്യൻ അപ്പെക്സ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പെക്സ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് r into sec theta by 2 minus 1 എന്നാണ്. മിഡ് ഓർഡിനേറ്റിൻ്റെ ഇക്വേഷൻ r into 1 minus cos theta by 2 എന്നാണ്. ഇവിടെ നേരെ തിരിച്ച് അപ്പെക്സ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ r into sec theta by 2 minus 1 എന്നാണ്. അപ്പോൾ r എന്ന് പറയുന്നത് 19.24 ആണ്, തീറ്റ എന്ന് പറയുന്നത് 13 degree 42 minute ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പെക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.138 മീറ്റർ എന്ന് കിട്ടും. 0.138 മീറ്റർ. അപ്പോൾ അപ്പെക്സ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ r into sec theta by 2 minus 1. Next question, if the radius of curvature is given as 14.96 meter and the angle is about 32 degree 24 minute, find the length of the chord. Length of the chord എങ്ങനെയാണ് കണ്ടുപിടിക്കുക? L equal to 2r sin theta by 2. ലെങ്ത് ഓഫ് കോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2r sin theta by 2 എന്നാണ്. ഇതിൽ r എന്ന് പറയുന്നത് 14.96 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, തീറ്റ എന്ന് പറയുന്നത് 32 degree 24 minute. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ L equal to 8.34 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ അപ്പെക്സ് ഡിസ്റ്റൻസും മിഡ് ഓർഡിനേറ്റും ലെങ്ത് ഓഫ് കോഡും ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അതിൻ്റെയൊക്കെ ഇക്വേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ ഓർത്ത് വയ്ക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.